ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅൻ വതഖബ്ബൽ മിന്നാ വർസുഖ്നൽ ഇഖ്ലാസ ഫീ കുല്ലി അഅമാലിനാ യാ റബ്ബൽ ആലമീൻ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം സൂറത്തു സജദയിലെ 11-ാമത്തെ ആയത്ത് വരെയാണ് തഫ്സീർ മനസ്സിലാക്കിയത്. ഇനി നമുക്കുള്ളത് 12-ാമത്തെ ആയത്താണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞിരുന്നു, അവസാന ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, മുശ്രിക്കുകളോടടക്കം നിങ്ങൾ മരിക്കും, മലക്കുൽ മൗത്ത് നിങ്ങളുടെ റൂഹ് എടുക്കും, ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങളെ കൊണ്ടുവരപ്പെടും, നിങ്ങൾ നിഷേധിക്കുന്ന ആ പരലോക നാളിൽ നിങ്ങൾ കൊണ്ടുവരപ്പെടുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് 11-ാമത്തെ ആയത്ത്. ശേഷം 12-ാമത്തെ ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലൗ തറാ ഇദിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ നഅമൽ സാലിഹൻ ഇന്നാ മൂഖിനൂൻ. ഇവിടെ എന്താണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? വലൗ തറ, നീ കണ്ടിരുന്നുവെങ്കിൽ, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, ഇതിൽ മുജ്രിമൂൻ, കുറ്റവാളികളായിരിക്കുന്ന സന്ദർഭം, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ മുശ്രിക്കുകൾ, കാഫിറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ച, അല്ലാഹ് അല്ലാത്തവരോട് പ്രാർത്ഥന നടത്തിയ കാഫിരീങ്ങളായ മുശ്രിക്കുകളായ ആൾക്കാർ നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അവർ നിഷേധിച്ച ആ ഒരു സത്യം അവർ മുന്നിൽ കാണുമ്പോഴുള്ള അവർണ്ണനീയമായ ഒരു നിന്ദ്യതയുടെ ആ ഒരു അവസ്ഥയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അവർ നാളെ പരലോകത്ത് അവർ നിഷേധിച്ച ഖിയാമം, അവർ നിഷേധിച്ച പരലോകം അവർ നാളെ മുന്നിൽ കാണുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു നിസ്സഹായത, അവരൊരു നിന്ദ്യതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. അതാണ് പറയുന്നത്, നബിയെ, താങ്കളെങ്ങാനും ഇതിൽ മുജ്രിമൂന, കുറ്റവാളികളായിരിക്കുന്ന ആ സന്ദർഭം, ആ ഖിയാമത്ത് നാളിലുള്ള ആ സന്ദർഭം താങ്കളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ, നാകിസൂ റൂസിഹിം, തങ്ങളുടെ തലകളെ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നവർ, അവരുടെ ആ ഒരു അങ്ങേയറ്റത്തെ നാണം, അങ്ങേയറ്റത്തെ ആ ഒരു ലജ്ജ കൊണ്ട്, അങ്ങേയറ്റത്തെ അവരുടെ ആ ഒരു നിസ്സഹായത അവസ്ഥ കൊണ്ട്, നിന്ദ്യത കൊണ്ട് അവർ തല താഴ്ത്തി നിൽക്കുമെന്നാണ്. ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിങ്കലെടുക്കൽ. എന്നിട്ട് അവർ സമ്മതിക്കും, അവർ പറയും, എന്തു പറയും? റബ്ബന, ഞങ്ങളുടെ റബ്ബെ, അബ്സർന, ഞങ്ങൾ കണ്ടു, വസമിഅന, ഞങ്ങൾ കേൾക്കുകയും ചെയ്തു, ഫർജിഅന, ആകയാൽ ഞങ്ങളെ മടക്കിത്തരണമേ, നഅമൽ സാലിഹൻ, ഞങ്ങൾ പ്രവർത്തിച്ചോളാം, സൽക്കർമ്മം പ്രവർത്തിച്ചോളാം ഞങ്ങൾ, ഇന്നാ മൂഖിനൂൻ, നിശ്ചയമായും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നവരാണ്. ഇന്ന എന്ന് പറഞ്ഞാൽ നിശ്ചയമായും നാം, മൂഖിനൂൻ എന്ന് പറഞ്ഞാൽ യഖീനുള്ളവരാണ്, നമുക്ക് യഖീനായി, ഉറപ്പായി ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ നിഷേധിച്ച ആ ഒരു പരലോകം, ഞങ്ങൾ നിഷേധിച്ചത് ഇപ്പോൾ സത്യമാണെന്ന്, നിഷേധിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു. റബ്ബേ, ഇനി ഞങ്ങളെ ഒന്ന് നീ മടക്കി തരണമേ, മടക്കി തന്നാൽ നമ്മൾ സൽക്കർമ്മം ചെയ്തു കൊള്ളാമെന്ന് അപ്പോൾ അവർ അപേക്ഷിക്കുകയാണ്. പക്ഷേ അവരുടെ ആ അപേക്ഷ കൊണ്ട് ഒരു ഫലവും ഇല്ലല്ലോ. കൂടുതൽ അവർക്ക് ശിക്ഷ വർദ്ധിക്കുകയല്ലാതെ, വിഷമം വർദ്ധിക്കുകയല്ലാതെ, അതുകൊണ്ട് അവർക്ക് ഒരു ഉപകാരമില്ല. അടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, 13-ാമത്തെ ആയത്ത്, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖ്ഖൽ ഖൗലു മിന്നീ ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം ഇപ്രകാരമാണ്: നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഓരോ ദേഹത്തിനും അതിൻ്റെ നേർമാർഗം നാം നൽകുമായിരുന്നു. പക്ഷേ എന്നിൽ നിന്ന് വാക്ക് സ്ഥിരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമെല്ലാം നരകത്തെ നിശ്ചയമായും ഞാൻ നിറയ്ക്കുന്നതാണ് എന്ന്. അഥവാ വലൗ ശിഅ്ന,
വാക്കർത്ത് പ്രകാരമാണ്. വലൗഷിന നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലആതൈന നാം നൽകുമായിരുന്നു കുല്ല നഫ്സിൻ എല്ലാ ദേഹത്തിനും അഥവാ എല്ലാ ഓരോരുത്തർക്കും ഹുദാഹ അവരുടെ നേർമാർഗം. അഥവാ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമായും എല്ലാ മനുഷ്യർക്കും നേർമാർഗം കിട്ടണം, ഹിദായത്ത് ലഭിക്കണം എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അള്ളാഹു എല്ലാവർക്കും നേർമാർഗം നൽകുമായിരുന്നു, അല്ലെങ്കിൽ എല്ലാവർക്കും നേർമാർഗം ലഭിക്കുമായിരുന്നു എന്നാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതല്ല അള്ളാഹുവിൻ്റെ ഉദ്ദേശം. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും ദുർമാർഗികളാക്കണോ എല്ലാവരെയും സന്മാർഗികളാക്കണോ എന്നൊന്നും അല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ജിന്നുവർഗത്തിനും മനുഷ്യവർഗത്തിനും അവർക്ക് അവരുടെ മാർഗദർശനം കാണിച്ചു കൊടുത്തു, മാർഗദർശനം അവരുടെ മുമ്പിൽ പ്രകടമാക്കി. എന്നിട്ട് അവർക്കത് തിരിച്ചറിയാനുള്ള കഴിവും അതിൽ നല്ലതും ചീത്തയും വേർതിരിച്ച് മനസ്സിലാക്കി അത് നല്ലത് തിരഞ്ഞെടുക്കാനും അത് ചീത്തയാണെങ്കിൽ ഇനി ചീത്ത തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകി. അതിലാരാണ് നന്മ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് സ്വർഗവും, ആരാണ് തിന്മ തിരഞ്ഞെടുക്കുന്നത് അവർക്ക് നരകവും എന്നതാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് ഹിക്മത്ത്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല തൊട്ടടുത്ത ഭാഗത്തിൽ പറയുന്നത് വലാക്കിൻ പക്ഷേ ഹഖൽ ഖൗലു മിന്നി. ഹഖ എന്ന് പറഞ്ഞാൽ സ്ഥിരപ്പെട്ടു, അൽ ഖൗൽ എന്ന് പറഞ്ഞാൽ വാക്ക്, മിന്നി എന്നിൽ നിന്നുള്ള, എൻ്റെ പക്കൽ നിന്നുള്ള വാക്ക് എന്ന് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ഖൗൽ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഇവിടെ ഇതാണ്, ഈ തീരുമാനമാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം ഇതാണ്. അഥവാ ഇബ്ലീസിനോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദമിനോട് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹുവിനെ ധിക്കരിച്ചു എന്ന് മാത്രമല്ല, ആ ധിക്കാരത്തിന് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതിനു പകരം ഇബ്ലീസ് ശപഥം ചെയ്യുകയാണ് ചെയ്തത്. എന്താണ് ശപഥം ചെയ്തത്? ആദം സന്തതികളിൽ നിന്ന് എനിക്ക് കഴിയുന്ന അത്രയും ആൾക്കാരെ ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും. ലഅംല അന്ന. അപ്പോൾ അന്ന് പിശാച് അങ്ങനെ ശപഥം ചെയ്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് ലഅംല അന്ന, അങ്ങനെയെങ്കിൽ ഞാൻ നിറയ്ക്കുക തന്നെ ചെയ്യും ജഹന്നമ നരകത്തെ, മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിന്നെയും നിന്നെ പിൻപറ്റിയവരെ കൊണ്ടുമെല്ലാം നിശ്ചയമായും ഞാൻ നരകത്തെ നിറയ്ക്കും എന്നാണ് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനം സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണ്. അതാണ് പറഞ്ഞത് അലാക്കിൻ ഹഖൽ ഖൗലു മിന്നി, എന്നിൽ നിന്നുള്ള ഖൗല് സ്ഥിരപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ തീരുമാനം, എന്നിൽ നിന്നുള്ള ആ തീരുമാനം, ഖൗല് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തീരുമാനം, വിധി എന്നാണ്. അത് സ്ഥിരപ്പെട്ട് കഴിഞ്ഞു എന്നാണ്, അത് ഈ തീരുമാനമാണ്. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നിട്ട് ആയത്തിൻ്റെ ബാക്കി ഭാഗം ലഅംല അന്ന, നിശ്ചയമായും നാം നിറയ്ക്കും ജഹന്നമ നരകത്തെ, മിനൽ ജിന്നത്തി ജിന്നുകളിൽ നിന്നും, വന്നാസി മനുഷ്യരിൽ നിന്നും, അജ്മഈൻ അവരെ എല്ലാവരെയും കൊണ്ട് നരകത്തെ നാം നിറയ്ക്കുമെന്നാണ്. ശേഷം 14-ാമത്തെ ആയത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഭാഗമാണ്. എന്താണ് 14-ാമത്തെ ആയത്ത്? ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ ഇന്നാ നസീനാകും വദൂഖൂ അദാബൽ ഖുൽദി ബിമാ കുൻതും തഅമലൂൻ. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? ആയത്തിൻ്റെ മുഴുവൻ അർത്ഥം ഇപ്രകാരമാണ്: ആകയാൽ നിങ്ങളുടെ ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നത് നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞതുകൊണ്ട് നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുവിൻ. നിശ്ചയമായും നാം നിങ്ങളെ വിസ്മരിച്ചിരിക്കുകയാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായി ശാശ്വത ശിക്ഷ ആസ്വദിക്കുകയും ചെയ്തു കൊള്ളുവിൻ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് പറയുകയാണ്, ഫദൂഖൂ, അതുകൊണ്ട് നിങ്ങൾ ആസ്വദിക്കിൻ, ബിമാ നസീതും, നിങ്ങൾ വിസ്മരിച്ചു കളഞ്ഞതിനാൽ, ലിഖാഅ യൗമിക്കും ഹാദ, നിങ്ങളുടെ ഈ ദിവസത്തിൻ്റെ കണ്ടുമുട്ടൽ, ഈ ദിവസം, ഈ പരലോക നാളെ ഞാൻ നിങ്ങൾ നിശ്ചയിച്ചിരുന്നല്ലോ, നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലല്ലോ, പരലോകത്തിനെക്കുറിച്ച് നിങ്ങൾക്ക് സംശയത്തിലായിരുന്നല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഞാൻ മരിച്ച ശേഷം വീണ്ടും എൻ്റെ അവയവങ്ങളും എൻ്റെ ശരീരങ്ങളും ഛിന്ന ഭിന്നമായതിനു ശേഷം ഭൂമിയിൽ എവിടേക്കോ ആയിപ്പോയതിന് ശേഷം ഞാൻ വീണ്ടും ഒരു പുതിയ സൃഷ്ടിയായിട്ട് ഞാൻ വരികയോ എന്ന് നിങ്ങൾ സംശയിച്ചതല്ലേ, കളിയാക്കിയതല്ലേ, പരിഹസിച്ചതല്ലേ, അവഗണിച്ചതല്ലേ ഈ ദിവസത്തെ? അതുകൊണ്ട് ഫദൂഖൂ, നിങ്ങൾ ആസ്വദിച്ചു കൊള്ളിൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്നാ, നിശ്ചയമായും നാം നസീനാക്കും, ഞാനും നിങ്ങളെ മറക്കുകയാണ്, വിസ്മരിക്കുകയാണ്. ഞാൻ നസീനാക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മറക്കുകയാണ്. നാം മറവി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മറവിയില്ല. ഇവിടെ നസീനാക്കും, മറക്കുകയാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉദ്ദേശം തറക്നാക്കും എന്നാണ്, നിങ്ങളെ ഒഴിവാക്കുകയാണ്, നിങ്ങളെ അവഗണിക്കുകയാണെന്നാണ്. നിങ്ങൾ പരലോകത്തെ ഓർക്കാതെ, പരലോകത്തെ നിങ്ങൾ അവഗണിച്ചതുകൊണ്ട്, പരലോക വിശ്വാസത്തെ നിങ്ങൾ അവഗണിച്ചതുകൊണ്ട്
ഞാനും ഇന്ന് നിങ്ങളെ അവഗണിക്കുകയാണ്, നിങ്ങളെ ഒഴിവാക്കുകയാണ്, ആ രൂപത്തിൽ നിങ്ങളെ മറക്കുകയാണ് എന്നാണ്. എന്നിട്ട് പറയുകയാണ് വദൂഖു, നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്തുകൊള്ളിൻ അദാബൽ ഖുൽദ്, ശാശ്വത ശിക്ഷ, ബിമാ കുന്തും തഅമലൂൻ, ബിമാ കുന്തും നിങ്ങളായിരുന്നത് കൊണ്ട്, തഅമലൂൻ പ്രവർത്തിച്ച് വരുന്നതുകൊണ്ട്, നിങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചതുകൊണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്തതുകൊണ്ട്, നിങ്ങൾ കുഫ്ർ ചെയ്തതുകൊണ്ട്, അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ പ്രാർത്ഥനകൾ ആരാധനകൾ നടത്തിയതുകൊണ്ട്, നിങ്ങൾ മറ്റ് തിന്മകൾ ചെയ്തതുകൊണ്ട്, അള്ളാഹുവിനെ ധിക്കരിച്ച് ദുനിയാവിൽ ജീവിച്ചതുകൊണ്ട് ഈ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളിൻ, ശാശ്വതമായ ശിക്ഷ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളിൻ എന്ന് പറഞ്ഞ് കാഫിരീങ്ങളെ, മുശ്രിക്കീങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ ഒരു പരിഹാസമാണ് ഈ ആയത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും പ്രകാരം ഖുർആൻ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും ഏകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.